നമസ്കാരം. അസമിൽ മുസ്ലിം വിവാഹവും വിവാഹമോചനവും സർക്കാരിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കുന്ന നിർദ്ദിഷ്ട നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. മുസ്ലിം വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും അസം നിർബന്ധിത രജിസ്ട്രേഷൻ ബിൽ 2024 അടുത്ത ദിവസം നിയമസഭയിൽ അവതരിപ്പിക്കും. ബിൽ നിയമമാകുന്നതോടെ മുസ്ലിം വിവാഹങ്ങളിലും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്ന ഖാസിമാരുടെ പങ്ക് അവസാനിക്കും. ശൈശവ വിവാഹം തടയുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാകും ബില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ നിയമം വഴി 1935 മുതൽ 94 ഖാസിമാരുടെ പക്കലുള്ള രജിസ്ട്രേഷൻ രേഖകൾ കസ്റ്റഡിയിലെടുക്കാൻ ജില്ലാ കമ്മീഷണർമാർക്കും രജിസ്ട്രാർമാർക്കും അധികാരം നൽകുമെന്ന് മുഖ്യമന്ത്രി എക്സിലൂടെ അറിയിച്ചു. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കും. ഇസ്ലാമിക വിവാഹ സമ്പ്രദായത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും പുതിയ നിയമം വരുത്തില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാകും വ്യത്യാസം വരികയുള്ളൂ എന്നും വിവാഹവും വിവാഹമോചനവും സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട നിയമം യാഥാർത്ഥ്യമാകുന്നതിനായി അടുത്തിടെ മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം 1935 റദ്ദാക്കുന്നതിനുള്ള ബില്ലിന് ജൂലൈയിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. 21 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെയും 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെയും വിവാഹ രജിസ്റ്റർ ചെയ്യുന്നതിനും ശൈശവ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സാധ്യത നിലനിർത്തിയിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 1935 നിയമം റദ്ദാക്കിയത്. ശിശു സംവരണ റിപ്പോർട്ട് പ്രകാരം അസമിൽ ശൈശവ വിവാഹത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 2023 ഇടയിൽ 20 ജില്ലകളിലായി 81% കുറവാണ് ഉണ്ടായത്. ശൈശവ വിവാഹത്തിന് പൂട്ടിടാനുള്ള അസം സർക്കാരിന്റെ നീക്കങ്ങളെ രാജ്യമെമ്പാടും പ്രശംസിക്കുകയാണ്. ഇതിനിടയിലാണ് പുത്തൻ ചുവടുവെപ്പ്. അതേസമയം സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന്റെ ആദ്യ പടിയായാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. മുസ്ലിം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഓരോ സമൂഹത്തിനും വിവാഹം സംബന്ധിച്ച് ഓരോ ആചാരങ്ങളാണ് ഉള്ളത്. എന്നാൽ അതിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല. ബില്ലും അങ്ങനെയാണ്. വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന അവകാശം മാത്രം വ്യക്തികളിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥനിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് മാത്രമാണ് വ്യത്യാസം. പ്രായപൂർത്തിയാകാത്തവരെ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വിവാഹം കഴിപ്പിക്കുന്നത് തടയുകയാണ് ബില്ലിന്റെ മറ്റൊരു ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.